നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കില്ല എന്ന ഉറച്ച വാശിയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ പരാജയപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ താൻ എന്ത് വില കൊടുത്താലായാലും സെപ്റ്റംബർ 15 നിയമസഭയിൽ ഉണ്ടായിരിക്കുമെന്ന വാശിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും. രാഹുലിൻ്റെ ഈ വാശിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ഷാഫി പറമ്പിലിൻ്റെ ബുദ്ധിയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വി.ഡി. സതീശനുമേൽ മാനസികമായ വിജയം നേടാൻ ഷാഫി പറമ്പിൽ കാണുന്ന തന്ത്രപരമായ ആയുധമാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ കൊണ്ടുവരിക എന്നത്. രാഹുൽ നിയമസഭയിലെത്തിയാൽ പിന്നെ വി.ഡി. സതീശൻ്റെ തല താഴുമെന്ന് ഷാഫിക്ക് നന്നായി അറിയാം. അങ്ങനെ തന്നെയും മാങ്കൂട്ടത്തിലിനെയും ഒരു വഴിക്കാക്കിയ വി.ഡി. സതീശൻ്റെ മുഖമടച്ചൊരു അടി നൽകാനാണത്രേ ഷാഫി പറമ്പിൽ ഇപ്പോൾ ആലോചിക്കുന്നത്, ഇപ്പോൾ ആ വഴിക്ക് നീങ്ങുന്നതും. കോൺഗ്രസ് ആകട്ടെ UDF ആകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സെപ്റ്റംബർ 15 സഭയിൽ വരണ്ട എന്ന നിലപാടിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ തടയാനും രാഹുലിൻ്റെ വിഷയം ഊതിപ്പെരിപ്പിച്ച് ഉയർത്തിവിട്ട് ഭരണപക്ഷം അത് മുതലെടുക്കുമെന്നും കോൺഗ്രസിനും UDFനും നന്നായി അറിയാം. ലോക്കപ്പ് മർദ്ദനങ്ങളടക്കം, തകർന്ന സാമ്പത്തിക സ്ഥിതിയടക്കം, ക്രമസമാധാനത്തിൽ വന്ന വീഴ്ചകളും പ്രശ്നങ്ങളും അടക്കം നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് അവരെ പ്രതിസന്ധിയിലാകാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി അതിനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നതെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും താൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തോളം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന വാശിയിലാണ് വി.ഡി. സതീശൻ. എന്നാൽ സ്വതന്ത്ര അംഗമാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം സഭയിൽ വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് സഭയിൽ വരണ്ട എന്ന് പറയാനുള്ള ഒരു നിയമപരമായ രാഷ്ട്രീയപരമായ അവകാശവും കോൺഗ്രസിന് ഇല്ല, UDFന് ഇല്ല. അദ്ദേഹം സഭയിലെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിയമസഭാ സ്പീക്കർക്കാണ്. അത് അദ്ദേഹം ചെയ്തേ മതിയാവൂ. സ്പീക്കറിൽ നിന്നും രാഹുൽ തനിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ സ്പീക്കർക്ക് അദ്ദേഹത്തിന് അത് നൽകേണ്ടി വരും. ഇതും LDFനും നന്നായി അറിയാം, CPMന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണ് ഇടതുമുന്നണിയും CPMും പിണറായി വിജയനും എടുക്കുന്നത്. എന്നാൽ രാഹുൽ സഭയിലെത്തിയാൽ പിന്നെ തനിക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റില്ല എന്ന് വി.ഡി. സതീശന് നന്നായി അറിയാം. കാരണം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തിട്ട് ഇടതുപക്ഷവും CPMും UDFനെ പെരുക്കും. മുസ്ലിം ലീഗ് അംഗങ്ങളും സതീശൻ വിരുദ്ധ MLAമാരും മിണ്ടാതെ നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത എല്ലാം സതീശൻ്റെ ചുമലിൽ വന്ന് വീഴും. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് നിയമസഭയിൽ പോരാടേണ്ടി വരും. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് വരണ്ട എന്ന് വി.ഡി. സതീശൻ നിരന്തരം പറയുന്നത്. എന്നാൽ ഷാഫിയും മാങ്കൂട്ടത്തിലും തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 15 സഭയിലെത്താനാണ്. ഒരു MLAയുടെ അവകാശമാണ് നിയമസഭാ സമ്മേളനം വിളിക്കുമ്പോൾ എത്തുക എന്നുള്ളത്. സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് എല്ലാ MLAമാർക്കും ഇത്തരത്തിൽ നിർദ്ദേശം അയക്കും, സെപ്റ്റംബർ 15 ഇതാ നിയമസഭ കൂടുന്നു എന്ന് പറഞ്ഞു. ആ അറിയിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് അദ്ദേഹം കരുതുന്നു. എങ്ങനെ അദ്ദേഹത്തെ വിലക്കും വി.ഡി. സതീശൻ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. ഇതാണ് സതീശനെയും കോൺഗ്രസിനെയും ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പ്രവേശിച്ചാൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും ഒരു തേരോട്ടമായിരിക്കും സഭയിൽ. UDF അംഗങ്ങൾക്ക് തല കുനിച്ചിരിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിയാണ് സതീശൻ രാഹുലിനെ തടയാൻ ശ്രമിക്കുന്നതെങ്കിൽ സതീശൻ്റെ തല കുനിയട്ടെ എന്ന് പറഞ്ഞാണ് ഷാഫിയും മാങ്കൂട്ടത്തിലും നിയമസഭയിൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഷാഫിയും മാങ്കൂട്ടത്തിലും ഒത്തുചേർന്ന് ഷാഫിയും മാങ്കൂട്ടത്തിലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സൈബർ സംഘങ്ങളും എല്ലാം ഒരുമിച്ച് വി.ഡി. സതീശനെതിരെ തുറന്ന ആക്രമണം നടത്തുന്നതിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർക്ക് നിയമസഭയിൽ കൊണ്ടുവരണം. പേടിച്ചോടിപ്പോയി ബിരുവിനെ പോയി ഓടിപ്പോയി മാറിയിരുന്നു എന്നുള്ള പേര് കേൾക്കാൻ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും ഒരുക്കമല്ല.
സതീശൻ തടഞ്ഞാൽ സതീശനെ പിന്നെ കോൺഗ്രസിൽ വച്ചു വാഴിക്കില്ലെന്നുള്ള രീതിയിലാണ് സൈബർ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, താൻ നിയമസഭയിൽ എത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ അടുപ്പക്കാരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അവനെ നിയമസഭയിൽ കാലുകുത്താൻ ഞാൻ അനുവദിക്കില്ലെന്ന് വി.ഡി. സതീശനും തൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും സെപ്റ്റംബർ 15 നിയമസഭയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.